നമ്മൾ ജെൻസിയും ആൽഫയും ഇപ്പം വളരെയധികം ചർച്ചകളിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ജനറേഷനാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ടെക്നോളജിയുടെ കാലത്ത് ജനിച്ച് ജീവിച്ച് അതിൽ മുന്നോട്ട് പോകുന്നൊരു തലമുറയാണ്. 2013 ശേഷമുള്ളവരാണ് ജെൻസി എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷമുള്ള ആൽഫ. ആ രണ്ട് തലമുറയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രത്യേകത, അതായത് നമ്മുടെ ജനറേഷനെ അപേക്ഷിച്ച് അവർ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇപ്പം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും പഠനത്തിൻ്റെ ഒരു ഫലം പുറത്തു വന്നതനുസരിച്ചിട്ട് ഇവർക്ക് വൈകാരികതയെ അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ വൈകാരികതയെ നിയന്ത്രിക്കാനും വൈകാരികതയെ തിരിച്ചറിയാനും കഴിയാത്ത ഒരു തലമുറയായിട്ട് പറയുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇമോജികളുടെയും മീമുകളുടെയും ഒക്കെ ലോകത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവർ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ഇമോജി ഇട്ടായിരിക്കും, സങ്കടം പ്രകടിപ്പിക്കുന്ന ഇമോജി ഇട്ടായിരിക്കും, ദേഷ്യം, അങ്ങനെ ഇമോജികളുടെ ഒരു ലോകത്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് അവരുടെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം നമുക്കറിയത്തില്ല, നമുക്കൊരു മനുഷ്യൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ സന്തോഷത്തിൻ്റെ തിരയിളക്കം കാണാനായിട്ട് സാധിക്കും. അവന് സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടത്തിൻ്റെ ആഴം കാണാൻ സാധിക്കുമെന്നൊക്കെ പറയാം. നമ്മുടെ തലമുറയ്ക്കൊരു അവരുടെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ വൈകാരികതയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. നമ്മളതിന് നിസ്സാരമായിട്ട് ഈ ജെൻസിക്ക് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ല, അല്ലെങ്കിൽ അതിൽ നന്നേ കുറവുണ്ട് അവരുടെ ഒരു തലമുറയ്ക്കെന്ന് പറയുന്നത് നമ്മൾ വളരെ നിസ്സാരമായിട്ടൊന്നും കാണേണ്ട സംഗതിയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് സാമൂഹ്യ മേഖലയിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കുന്ന ഒന്നാണ്. കാരണം അവർ മറ്റുള്ളവരിൽ നിന്നും അകലുന്നതിനും അവർക്ക് പരിചയമില്ലാത്ത ആളുകളിലേക്ക് ചെന്നെത്താനായിട്ടുള്ള ഒരു താല്പര്യക്കുറവും സമൂഹത്തോട് കൂടുതൽ മിങ്കിള് ചെയ്യാനൊരു ഇഷ്ടക്കേടും, അതുവഴി അവർ ഒറ്റപ്പെടലിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വയം തീർക്കുന്ന ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതിലേക്കൊക്കെ അവർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അത് പോയിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ വളരെ നിസ്സാരമായിട്ടൊന്നും അതിനെ തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവരെ ഇതിൽ നിന്ന് മാറ്റി അവരെ അടിച്ചും വഴക്കുറഞ്ഞു ഒന്നും നമുക്ക് സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അവരെ കൂടുതൽ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിദഗ്ധർ, സൈക്കോളജി മേഖലയിൽ വിദഗ്ധർ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചതിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പം അതിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നവർ ക്ലാസ് എടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇതൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അവരെ വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ അതേപോലെയുള്ള മേഖലയിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. ആ മേഖലയിലൊക്കെ ഇപ്പം വിദഗ്ധർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാം, സമൂഹത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളത് നോക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടായേ പറ്റത്തുള്ളൂ. മനുഷ്യനുള്ളിടത്തോളം കാലം വൈകാരികതകളുണ്ടാവും. വൈകാരികതയെ സ്വയം നിയന്ത്രിക്കാൻ പറ്റണം, മറ്റുള്ള വികാരങ്ങളെ തിരിച്ചറിയാൻ പറ്റണം. പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ തിരിച്ചറിയാൻ പറ്റണം. സാമൂഹിക ഇടപെടലുകൾ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ് സമൂഹത്തിലുണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യാനും പ്രതികരിക്കാനുമുള്ള ഒരു ആർജവം ഉണ്ടാകുന്നത് വൈകാരികത മനസ്സിലാക്കുന്നതിലൂടെയും അതിൽ ഒരു ഇൻ്റലിജൻസ് കൈവരിക്കുന്നതിലൂടെയാണ്. അപ്പോൾ അത് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ്. നമുക്കതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല, അല്ലേ? ജെൻസി എന്ന് പറയുന്നത് വിപ്ലവകരമായ ഒരു തലമുറയാണ്. അതായത് ഡിജിറ്റൽ മേഖലയിൽ വളരെ കാര്യക്ഷമമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തലമുറയൊക്കെയാണ്, ശരി തന്നെയാണ്. പക്ഷേ ഇതും ജീവികളുള്ളിടത്തോളം കാലം അല്ലെങ്കിൽ മനുഷ്യരുള്ളിടത്തോളം കാലം ഇമോഷൻസിനും വളരെ പ്രാധാന്യമുണ്ടല്ലോ.